ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കണ്ടോ, ബാക്കിലൊരു പെട്ടിയുണ്ടോ, എൻ്റെ നൈക്കയിൽ വന്ന പ്രോഡക്റ്റ്സാണ് ഇതൊക്കെ. കല്യാണം പ്രമാണിച്ചും പിന്നെ എനിക്ക് തിരിച്ചു കൊണ്ടുപോകാനും കുറച്ച് സാധനങ്ങളൊക്കെ വേണമായിരുന്നു. എൻ്റെ എല്ലാ ഫേസ് വാഷ്, മോയ്സ്ചറൈസർ അങ്ങനത്തെ എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതാണിപ്പോൾ അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഓക്കെ എന്തൊക്കെയാണ് അതിലുള്ളതെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഇതിപ്പം വൈകുന്നേരം വന്നെയാണ്. അതുപോലെ തന്നെ ഇന്ന് രാവിലെ വേറൊരു കവറും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് രാവിലെ വന്ന നൈക്കിൻ്റെ പാക്കേജാണ് കേട്ടോ ഇത്. ഇതിൽ ഞാൻ അഗാറോൻ്റെ ഹെയർ കേളറും പിന്നെ മോയ്സ്ചറൈസറും പിന്നെ സൺസ്ക്രീനും ആണ് ഓർഡർ ആക്കിയിട്ടുണ്ടായത്. നോക്കാം, തുറന്നു നോക്കാം എന്തൊക്കെയാണ് ഇതിലുള്ളത്. ഓക്കെ, കുറച്ച് ഹ്യൂജാണിത്. ഇതിലെന്തിനാണ് ഇത് പിങ്ക് കവറിൽ ഇട്ടതെന്ന് എനിക്കറിയില്ല. പിന്നെ സെയില് നടക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചത്. കാരണം കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ എനിക്ക് മസ്റ്റായിട്ട് വേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ യൂസ് ചെയ്യുന്ന മിക്ക പ്രോഡക്ട്സും എൻ്റെ ഏകദേശം പ്രോഡക്ട്സ് പ്ലമ്മാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കാരണം എൻ്റെ ഓയിലി സ്കിന്നാണ്. ഓയിലി സ്കിന്നിന് ഏറ്റവും കൂടുതൽ ഞാനിപ്പം പഠിക്കുന്ന ടൈം തൊട്ട് യൂസ് ചെയ്തുകൊണ്ടായതാണ് പ്ലമ്മിൻ്റെ പിന്നെ മോയ്സ്ചറൈസർ എല്ലാം. പ്ലമ്മിൻ്റെ എല്ലാം ഞാൻ യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് വേറെ ഒന്നും എനിക്കിപ്പം പറ്റുന്നില്ല. പ്ലം അല്ലാത്ത വേറെ എന്ത് എനിക്ക് അതാണ് കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ചേഞ്ച് ചെയ്താൽ ചിലപ്പോൾ കുരു അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇപ്പം കൂടുതലും അതാണ് വാങ്ങിക്കുന്നത്. വേറെ ഒന്നും ഞാൻ അല്ലാത്ത പ്രൊഡക്ട്സ് ഒന്നും വാങ്ങിക്കില്ല. പിന്നെ പക്ഷെ ഇപ്രാവശ്യം ഞാൻ എപ്പോഴും അതന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ക്ലിനിക്കിൻ്റെ ഒരു മോയ്സ്ചറൈസർ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ വന്നത്. അതാണെങ്കിൽ ഭയങ്കര ക്വാണ്ടിറ്റി ഭയങ്കര ചെറുത്. ഞാൻ വാങ്ങിച്ച് ആയിപ്പോയി. പൈസയും നല്ല പൈസയായി, പക്ഷേ വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നത് ഭയങ്കര ചെറുതുമായിപ്പോയി. അപ്പം ഇത് പിങ്ക് സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മേ ബി അതായിരിക്കാം പിങ്ക് കളറായിട്ട് കാണുന്നത്. എൻ്റെ കണ്ണടി സമ്മതിക്കുന്നില്ല. ഹായ്, എന്നെ ഇടുന്ന വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല. ഇവിടെ ഇങ്ങനെ വന്നിരുന്ന് നോക്കുന്നുണ്ടല്ലോ ഞാൻ എന്ത് ചെയ്യുന്നത് നോക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. പൊട്ടിക്കാൻ കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് രാവിലെ വന്നത്. ഇതൊന്ന് എൻ്റെ ഹെയർ കേളർ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ സൺസ്ക്രീൻ, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ക്ലിനിക്കിൻ്റെ ഒരു മോയ്സ്ചറൈസർ ഇതായിരുന്നു. ആണ് നമ്മുടെ എന്താ പറയുക അങ്ങനത്തെ പ്രോഡക്ട്സൊക്കെ. ആടെ ഇരുന്ന് ഉറങ്ങുന്നു. ഓരോരോ സൗണ്ട് കേൾക്കുമ്പോൾ ഓരോരോ സ്ഥലത്ത് പോയി ഉറങ്ങുന്നു. അപ്പോൾ കുറച്ച് അടുത്തുനിന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് ആക്കിയത്. പിന്നെ എൻ്റെ ഒരു ഹെയർ ഡ്രയർ ആയിരുന്നു. ഹെയർ ഡ്രയറും പിന്നെ വോളിയമൈസ് ചെയ്യുന്ന ഡ്രയർ. എനിക്ക് എൻ്റെ കയ്യിൽ ഹെയർ ഡ്രയർ മാത്രമേ ഉള്ളൂ. മറ്റേ മുടിക്ക് ഒന്നും എന്തെങ്കിലും സ്റ്റൈൽ ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കേളറും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ചെയ്ത് നോക്കണം എങ്ങനെയുണ്ട്, നല്ല പ്രോഡക്റ്റ്സ് ആണോ എന്നുള്ളത്. സോ ഇനി നമുക്കിത് പൊട്ടിക്കാം. ഇത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇത് കോംബോ ഓഫറിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഇതൊക്കെ സെയിം സാധനം തന്നെയാണ്. ഇതെൻ്റെ മോയ്സ്ചറൈസറാണ്. അപ്പം ഈ മോയ്സ്ചറൈസർ 2 എണ്ണം കോംബോ ആയിട്ട് കിട്ടും. അപ്പം ഞാനൊരു 3 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഷാംപൂ ആൻഡ് കണ്ടീഷണർ പിന്നെ വാങ്ങിച്ചിട്ടുണ്ടായത് ഈ ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റിൻ്റെ ഷാംപൂ ആൻഡ് കണ്ടീഷണറാണ് വാങ്ങിച്ചിട്ടുണ്ടായത്. അതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റോക്ക് തീർന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം റീസ്റ്റോക്കാണ്. പുതിയതായിട്ടുള്ളത് വളരെ കുറവാണ്. എല്ലാം റീസ്റ്റോക്ക് മെറ്റീരിയൽസ് ആണ്. പിന്നെ കുറച്ച് ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പുതിയ ഷെയ്ഡ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്കറിയില്ല ഫ്ലോപ്പായി പോകുമെന്ന്.
പിന്നെ ഉള്ളത് ഓക്കെ ഓർഡിനറി. ഇത് ഫസ്റ്റ് ടൈം ട്രൈ ആണ്. ഞാൻ എപ്പം പ്ലം ആണ്, ഞാൻ ആദ്യമായിട്ടാണ് ഒന്ന് ജമ്പ് ഔട്ട് ചെയ്ത് നോക്കുന്നത്. ഇത് ഓർഡിനറിൻ്റെ മറ്റേ പീലിംഗ് സൊല്യൂഷൻ വാങ്ങിച്ചതാണ്. എനിക്കറിയില്ല, ഇത് ഇപ്പം ട്രൈ ചെയ്യാൻ എനിക്ക് പേടിയാകുന്നുണ്ട്, കാരണം കല്യാണമെല്ലാം ഉള്ളതുകൊണ്ട്. ഇപ്പം ട്രൈ ചെയ്തിട്ട് ഇനി ആക്നെ മാർക്സ് ഒക്കെ വരുമോ എന്ന് എനിക്ക് പേടിയുള്ളതുകൊണ്ട് തൽക്കാലം ഞാനിപ്പോൾ ഇത് ട്രൈ ചെയ്യുന്നില്ല. പക്ഷെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് എടുത്തിട്ടുള്ളത്. പിന്നെ പ്ലമ്മിൻ്റെ തന്നെ നിയാസിനമൈഡിൻ്റെ സെറം ആണ്. പിന്നെ ഞാൻ കെ ബ്യൂട്ടീൻ്റെ ഒരു ലിപ് പെൻസിൽ ആൻഡ് ലിപ് പെൻ ആൻഡ് പെൻസിൽ. കെ ബ്യൂട്ടീൻ്റെ ലിപ് പെൻ ആൻഡ് ലിപ് പെൻസിലാണ്. പിന്നെന്താ ഓക്കെ, പിന്നെ 2 പിമ്പിൾ പാച്ചസ് ഉണ്ട്. ലാസ്റ്റ് ടൈമും ഞാൻ സെയിം ബ്രാൻഡിൻ്റെ തന്നെയാണ്, സ്കിൻ സീക്രറ്റ്സ് എന്ന് പറഞ്ഞിട്ട് സെയിം ആണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടായത്. നല്ലതായിരുന്നു. എനിക്ക് പ്രത്യേകിച്ചിട്ട് കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അവിടെ നിന്ന് റീപർച്ചേസ് ചെയ്തിട്ടുള്ളത്. സോറി. പിന്നെ ഞാൻ പുതുതായിട്ട് പിന്നെ മാസിൻ്റെ ഒരു എന്താ പറയുക ഐ ഷാഡോ പാലറ്റ് ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളത് സെയിം എന്ന് തോന്നുന്നല്ലോ. എൻ്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നു, കണ്ടിട്ട് ഷെയ്ഡ് കണ്ടിട്ട് അതുപോലെയുണ്ട്. അയ്യോ, പൊട്ടിച്ചോക്കട്ടെ, സമാധാനമില്ല. ഇതിപ്പോൾ കണ്ടിട്ട് എനിക്ക് എന്ത് കിട്ടിയാലും ആദ്യം മണത്ത് നോക്കണം. ഇത് കണ്ടിട്ട് ഷെയ്ഡ്സൊക്കെ കുഴപ്പമില്ല, കുറച്ചൊക്കെ ഷെയ്ഡ്സ് എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് തോന്നുന്നു. ഇതാണ് മാസിൻ്റെ ഇത് എന്താ ഐ ഷാഡോ പാലറ്റ്. പിന്നെ ഇതെൻ്റെ ഒരു ന്യൂ പർച്ചേസ് ആണ്. കെ ബ്യൂട്ടീൻ്റെ, ഞാൻ ഇതുവരെ കെ ബ്യൂട്ടീൻ്റെ യൂസ് ചെയ്തിട്ടില്ല, ഓർഡിനറി യൂസ് ചെയ്തിട്ടില്ല, ക്ലിനിക്കിൻ്റെ യൂസ് ചെയ്തിട്ടില്ല. ബാക്കിയുള്ള റീപർച്ചേസ് ആണ്. പിന്നെ ഉള്ളത് ഫേസ് വാഷ്. ഓക്കെ, ഫേസ് വാഷ് കുറേ ആൾക്കാർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഞാൻ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഓർഡർ ചെയ്യുന്നത് 2-3 ആൾ. പിന്നെ എന്താ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഫേസ് വാഷ് അല്ല വേറെ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോറി, ഇത് മോയ്സ്ചറൈസർ ആയിരുന്നു, പ്ലമ്മിൻ്റെ മോയ്സ്ചർ. ഇതെല്ലാം എൻ്റെ തന്നെയാണ്. അതിൽ സൺസ്ക്രീൻ മാത്രമാണ് ഞാൻ പറയാത്തത്. ഇത് വേറെ സൺസ്ക്രീൻ. ഇത് അപ്പോൾ സൺസ്ക്രീനുണ്ട്, എല്ലാം പ്ലം പ്രോഡക്ട്സ് ആണ്. ഇത് ഞാൻ അവർക്ക് പ്രൊമോഷൻ കൊടുക്കുന്ന പോലെ, പക്ഷെ അല്ല, എൻ്റെ സ്കിൻ അതായതുകൊണ്ടാണ്. പിന്നെ ഞാൻ അതിൽ നേരത്തെ സെയിം സെറം, അതിൻ്റെ എല്ലാം കോംബോ ഓഫേഴ്സിനുണ്ടായിരുന്നു. അതായത് 2 വാങ്ങുന്ന സമയത്ത് 1000 സംതിങ് അറ്റ് റേറ്റ്, നിയർലി 1000 സംതിങ് വരുന്നുണ്ട്. സെപ്പറേറ്റ് വാങ്ങുന്ന സമയത്ത് ഒന്നിന് 700-600 സംതിങ് ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ 700-600 സംതിങ് ഒന്നിന് തന്നെ വാങ്ങിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ കോംബോ ആയിട്ട് വാങ്ങിക്കുന്ന സമയത്ത് അത് രണ്ടും കൂടിയിട്ട് 800 അല്ലെങ്കിൽ 700 സംതിങ്ങിനാണ് കിട്ടുക. എനിക്ക് നേരെ കറക്റ്റ് ഓർമ്മയില്ല, പക്ഷെ കുറവാണ്. ഫേസ് വാഷ്. ഓക്കെ, ഫേസ് വാഷിൻ്റെ 150 ml ആണ് ഇപ്രാവശ്യം വാങ്ങിച്ചത്. ബിക്കോസ് ഭയങ്കരമായിട്ട് തീർന്ന് പോകുന്നുണ്ട് കയ്യിൽ നിന്ന്. സോ ഇതാണ് എൻ്റെ ഫേസ് വാഷ്. സോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ ഞാൻ ഓർഡിനറിൻ്റെ മറ്റേ ഗ്ലൈക്കോളിക് ആസിഡ് എക്സ്ഫോളിയേറ്റഡ് ടോണർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. റിവ്യൂസൊക്കെ നല്ല റിവ്യൂസാണ് കണ്ടിട്ടുണ്ടായത്. എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടായിരുന്നു. സോ ഞാനിത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതിനി എത്ര വിലയാണെങ്കിലും കുഴപ്പമില്ല, എനിക്കിത് ഇപ്പം അത്യാവശ്യമായിരുന്നു, അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത്. ഉള്ളത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞു, പക്ഷെ വലിയ സാധനം, സെയിം സാധനം തന്നെ ഞാൻ പിന്നെ എൻ്റെ ലനേജിൻ്റെ ലിപ് മാസ്ക്, സ്ലീപ്പിംഗ് മാസ്ക്. ഇതെൻ്റെ സെക്കൻഡ് പർച്ചേസാണ്. കാരണം എൻ്റെ പുതിയത് ഞാൻ ഇവിടുന്ന് ഫസ്റ്റായിട്ട് സിംഗപ്പൂർ പോകുന്ന സമയത്ത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എവിടെയോ കാണാതായി പോയി, അത് എവിടെയാണെന്ന് എനിക്കറിയില്ല. അപ്പം കാണാതായി പോയതുകൊണ്ട് എനിക്ക് വീണ്ടും റീപർച്ചേസ് ചെയ്യേണ്ടി വന്നു. കാരണം എനിക്ക് ഈ പ്രോഡക്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ഇതൊന്നും കൂടി വാങ്ങിച്ചു. പിന്നെ ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോക്സ്ടെയിലിൻ്റെ ക്ലേ മാസ്ക് ആണ്. ഇത് മിക്കവാറും എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഈ ഒരു ബ്രാൻഡിനെ കുറിച്ചിട്ടുള്ളത്. ഇത് എല്ലാ സ്കിൻ ടൈപ്സിനും യൂസ് ചെയ്യാമെന്നാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. പിന്നെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഉള്ളതുകൊണ്ടാണ് പിന്നെ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്താ ഞാനൊരു മറ്റേ ഇന്ത്യ വൈൽഡിൻ്റെ ഒരു ഹെയർ ഓയിൽ ഞാൻ ട്രൈ ചെയ്യണമെന്ന് വെച്ചിട്ട് കുറേ റിവ്യൂസൊക്കെ കണ്ടിട്ട് ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ്. മറ്റേ
എന്താ ഭയങ്കര ഹൈപ്പുള്ള സാധനമാണ്. ഹൈപ്പിൻ്റെ അത്ര ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചത്. പിന്നെ ഫേസ് വാഷ് എന്താ ഓക്കെ. പിന്നെ എൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ സെയിം റീപർച്ചേസാണ് എൻ്റെ ലിപ് ഗ്ലോസ്. ഞാനൊരു ലിപ് ഗ്ലോസ് മാസിൻ്റെ ഒരു ലിപ് ഗ്ലോസ്, ക്യാൻഡീൻ്റെ ഒരു ലിപ് ഗ്ലോസ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ അതാണ് എൻ്റെ ഒരു റീപർച്ചേസ്. പിന്നെ മാസിൻ്റെ തന്നെ ഒരു ലിപ് ക്രയോൺ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ പെട്ടെന്ന് നോക്കുന്നത്, അത് പുതിയ സാധനമാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. പിന്നെ ഈ ലിപ്സ്റ്റിക്ക് എൻ്റെ റീപർച്ചേസാണ്, ലാക്മേയുടെ. ഇത് റീപർച്ചേസാണ്. അതെപ്പം ഞാൻ വാങ്ങുമ്പോഴും 2 വാങ്ങിച്ചിട്ട് ഞാൻ പോകും. കാരണം അത് പെട്ടെന്ന് ഏറ്റവും കൂടുതൽ ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക് ഇതാണ്. സോ പക്ഷേ മിക്സ് ആയിട്ടാണ് ഇടുക, പക്ഷേ അത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് വാങ്ങിച്ചൊരു വേറൊരു ലിപ്സ്റ്റിക്കാണ് ഇത്. മിസ് ക്ലെയറിൻ്റെ ആണെന്ന് തോന്നുന്നു. ലിപ് ക്രീമാണ്, ലിപ്സ്റ്റിക്ക് അല്ല ലിപ് ക്രീം. പിന്നെ ഇത് ഫ്രീ കിട്ടുകയാണ്. പിന്നെ ഞാൻ ബയോഡെൻസിൻ്റെ ഷീറ്റ് മാസ്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ കൊളാജൻ്റെ മറ്റേ ഷീറ്റ് മാസ്ക് ഞാൻ 2 വീതം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സോ ദിസ് ഈസ് ദ കളേഴ്സ്, 8 കളേഴ്സായി. അപ്പം ഇത്രയും സാധനങ്ങളാണ് ഞാൻ എൻ്റെ നൈക്കയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എന്തെങ്കിലും ഷെയ്ഡ്സിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ബിലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. ബൈ, സീ യു. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ആ ഒരു വലിയ പെട്ടിയിൽ വന്നത്. സോ ഇതിപ്പോൾ നമ്മളെല്ലാം കണ്ടല്ലോ, ഈ ഒരു കാര്യങ്ങളാണ് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.